വർത്തമാനകാല ചായയിൽ ഇതിൽ കൂടുതൽ മധുരം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ നാട്ടാരെ? അതെന്താടോ ഇതിൻ്റെ ചായനെ കളിയാക്കുകയാണോ അതോ ഇവരെ പാർട്ടിനെ കളിയാക്ക്? പാർട്ടിനെപ്പോൾ ഞങ്ങൾ കളിയാക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇവരെ നേതാക്കളെ മക്കളും തന്നെ കളിയാക്കണുണ്ടല്ലോ. പറഞ്ഞ പോലെ ഇന്നലെ എന്തേന്നടോ പാർട്ടി ഓഫീസ് അടച്ചിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു സൗണ്ട് കേട്ടിന്നേ. അത് പുറത്തിറങ്ങി പറയാൻ ഇവർക്ക് ആർക്കും ധൈര്യമില്ലല്ലോ. വാതിലടച്ചിരുന്ന് പാർട്ടിനെ കുറ്റം പറയാക്കരം. നിങ്ങളാരും ഞങ്ങളുടെ പാർട്ടിയുടെ കുറ്റം നോക്കണ്ട. ആദ്യം ഇതേപോലെ ഒരു സമ്മേളനം നടത്തി കാണിക്കും. നിങ്ങളൊക്കെ നടത്തിയാലേ അവിടെ അടിയോട് അടിയാക്കരം. ആര് പറഞ്ഞു അടിയില്ലാന്ന്? പത്തനംതിട്ടേന്ന് ആദ്യത്തെ കരച്ചിൽ. ഞങ്ങളെപ്പോലൊക്കെയുള്ള ഈ പാർട്ടി പ്രവർത്തിച്ച് പാർട്ടി ബ്രാഞ്ച് കൂടി ലോക്കൽ കമ്മിറ്റി കൂടി പത്രവും ചേർത്തൊക്കെ നടക്കുന്ന പാവങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളൊരു ബോധ്യം ഉപരി കമ്മിറ്റിക്ക് ഉണ്ടാവണം എന്നുള്ളതേ ഞാൻ പറഞ്ഞുള്ളൂ. 75 വയസ്സിലാണ് റിട്ടയർമെൻറ്റ്. ഞാൻ 66-ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്തു എന്ന് ഞാൻ കരുതുകയാണ്. നമ്പർ 1. രണ്ടാമത്തത് ജയരാജൻ സഖാവിൻ്റെ മകൻ്റെ കരച്ചിൽ. ഇങ്ങനെ പാട്ട് പാടി നടക്കാൻ ഇവർക്ക്. അല്ലാതെ നിങ്ങളെ നേതാവ് സെക്രട്ടേറിയറ്റിൽ എത്തുന്ന നിങ്ങൾ വിചാരിക്കണ്ട. പാർട്ടിക്ക് ഇതിനൊക്കെ ചില രീതികളുണ്ട്. ജയരാജൻ സഖാവ് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്ത് രീതി? 2 മാസം കഴിഞ്ഞാൽ 75 വയസ്സ് തികയണ ചില ആൾക്കാരൊന്നും ഒഴിവാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ വേണ്ടപ്പെട്ടവർക്ക് രീതിയൊക്കെ മാറ്റിമറിക്കാം. പ്രായം മറച്ചു വെച്ചിരിക്കുന്നുണ്ടല്ലോ പലയിടത്തും, എല്ലാവർക്കും അറിയാമല്ലോ. 1-2 മാസം കഴിഞ്ഞ് 75 വയസ്സാവുന്നവരുണ്ടല്ലോ കണ്ടു. അപ്പോൾ അവർക്ക് അവരുടെ പ്രായപരിധി കഴിഞ്ഞ് പിന്നെ 3 വർഷം കിട്ടുന്നുണ്ടല്ലോ. അതിനെപ്പറ്റി എന്ത് പറയുന്നത്? കേട്ടില്ലേ? ഇത് കെ സുധാകരൻ പറഞ്ഞതല്ല, ജി സുധാകരനാണ് ആ പറയണത്. അല്ലെങ്കിലും മാനദണ്ഡങ്ങളൊക്കെ ഇഷ്ടക്കാരെ അല്ലാത്തവരെ ഒഴിവാക്കാനുള്ള ഒരു ഐഡിയ അല്ലേ? പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. പത്തനംതിട്ടയെന്നും ആലപ്പുഴെന്നും കണ്ണൂരിന്നും 3 സ്ഥലത്തുനിന്ന് 1.5 ദിവസം കൊണ്ട് പരാതികൾ വന്നു. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇവരൊന്നും ഒരക്ഷരം മിണ്ടൂല. പിന്നെ പുറത്ത് വന്ന് പാർട്ടിക്കെതിരെ പറയാൻ ഇവർക്കാർക്കും ധൈര്യമില്ലല്ലോ. ഇപ്പോൾ പത്മകുമാറിന് എന്തെങ്കിലും വിഷമതകൾ ഉണ്ടെങ്കിൽ അത് പുറത്ത് പ്രകടിപ്പിക്കേണ്ടതല്ല. പാർട്ടിക്കകത്ത് പറഞ്ഞാലും പുറത്ത് നിന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ലാന്ന് ഇവർക്കറിയാം. അതാണ് മിണ്ടാത്തത്. ഏതെങ്കിലും ഉദ്ദേശിച്ചൊരു പദവി ഇല്ലെങ്കിലും ജനസേവനത്തിനൊരു തടസ്സമില്ലല്ലോ. മൂപ്പർക്ക് പേടി ഉണ്ടാവില്ല. കാരണം 75 കഴിഞ്ഞല്ലോ. 75 കഴിയാത്തവർ ആരൊക്കെ പുറത്ത് വന്ന് മിണ്ടുന്ന് കാത്തിരുന്ന് കാണാം.